ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ രാവിലത്തെ കുറച്ച് തിരക്കുകളും അതിൻ്റെ കൂടെ തന്നെ നല്ല ഹെൽത്തിയായ ഓട്സ് ബനാന പാൻ കേക്കിൻ്റെ റെസിപ്പി കൂടി ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക, കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ പതിവ് പോലെ ചായ വെക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ചായക്കുള്ള പാല് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ചായയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ റയമോൾക്ക് ലഞ്ചാക്കാനായിട്ട് പയറുപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തലേ ദിവസം തന്നെ പയറൊക്കെ ചെറുതായി അരിഞ്ഞതുകൊണ്ട് വലിയ പണികളൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് രാവിലെ പണികളൊക്കെ തീർക്കാമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കറി അരിയലും അതുപോലെ തന്നെ ബാക്കിയുള്ള പണികളും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് കൊടുത്ത് വിടണം എന്നുണ്ടെങ്കിലൊക്കെ രാവിലെ ഇതേപോലെ തിരക്ക് പിടിച്ച് ചെയ്യാതെ തലേ ദിവസം തന്നെ നമ്മൾ രാത്രി എല്ലാം തന്നെ റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കും ചെയ്യാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ പയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പയറുപ്പേരി ഉണ്ടാക്കുമ്പോൾ നല്ല വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ അരിയൽ. ഇപ്പോൾ കുറച്ചായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിയൽ. ഉമ്മ അരിയുമ്പോൾ എപ്പോഴും ഇങ്ങനെ അരിയുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പയറുപ്പേരി വെക്കുമ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് അരിയാതെ പയർ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ കട്ടൻ ചായക്കുള്ള വെള്ളം കൂടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇനിയിപ്പോൾ അതാ മാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ തന്നെ മാവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റേമോൾക്ക് ദോശയാണ് ഇഷ്ടം. അപ്പോൾ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് മാവ് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും കരുതും അരി അരച്ച് വെക്കണം എന്നൊക്കെ. പക്ഷെ എനിക്കെപ്പോഴും അരി അരച്ച് കഴിഞ്ഞാൽ എപ്പോഴും മാവ് പൊന്തി കിട്ടലില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല. എല്ലാവരും കൈയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പുളിച്ച് കിട്ടും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ കൈ തൊട്ട് കഴിഞ്ഞാൽ തീരെ മാവ് പുളിക്കില്ല കേട്ടോ. എത്ര കൈയിട്ട് ഇളക്കിയാലും ഞാൻ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പുളിച്ച് പൊന്താറില്ല. അതെന്താണെന്നറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ മാവൊക്കെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പുളിക്കാനായിട്ട് ഈസ്റ്റൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അടുക്കള മൊത്തത്തിൽ മാവായിരിക്കും. അതുകൊണ്ട് ഞാൻ അത് നിർത്തി കേട്ടോ. ഇപ്പം ഞാൻ മാവ് അരക്കലില്ല, ഇതുപോലെ വാങ്ങലാണ് പതിവ്. എല്ലാന്നുണ്ടെങ്കിൽ പച്ചരിയൊക്കെ അരച്ചിട്ടുള്ള ദോശയല്ലേ, അങ്ങനത്തെയൊക്കെ ചുട്ടെടുക്കലാണ്. ഓട്ടട അതൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ ചുട്ടെടുക്കലാണ് കേട്ടോ പതിവ്. ഉഴുന്നുള്ള ഒന്നും തന്നെ ഞാൻ ഇപ്പോൾ ചെയ്യലില്ല. അങ്ങനെ ഇപ്പോൾ അതാ പയറുപ്പേരിയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ റയമോൾക്ക് ലഞ്ചും സ്നാക്സൊക്കെ റെഡിയാക്കുകയാണ്. ഇന്നിപ്പോൾ സിമ്പിളായി തന്നെ ഒക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറും പയറുപ്പേരിയും മാത്രമേ ആക്കി കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ സ്നാക്സിനായിട്ട് ഞാൻ എന്താണ് വേണ്ടതെന്ന് കരുതിയിട്ട് സ്നാക്സിൻ്റെ ബക്കറ്റ് ഒന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അച്ചപ്പമല്ല, കുഴലപ്പല്ലേ, കുഴലപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതാക്കി കൊടുക്കുകയാണ്. അപ്പോൾ മധുരമുള്ളതാണ് കേട്ടോ, സ്വീറ്റായിട്ടുള്ള കുഴലപ്പാണ്. അപ്പോൾ അതാണ് ആക്കി കൊടുത്തത്. അത് 2 ആക്കി കൊടുത്തു. ഒരു ഡാർക്ക് ഫാൻറ്റസി കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അതാ സ്നാക്സും ലഞ്ചും വെള്ളമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ അതാ എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ വെള്ളം കുറച്ചേ ആക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തീരെ വെള്ളം കുടിക്കുന്നില്ല റയമോള്. എപ്പോഴും ആ ബോട്ടിൽ അങ്ങനെ കൊണ്ടുവന്ന് ഒഴിക്കലാണ്. കാരണം മഴക്കാലമല്ലേ, കൊണ്ട് തീരെ കുടിക്കലില്ല കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ റെഡിയാക്കി. ഇനിയിപ്പോൾ ഇതാ റയമോളുടെ ബാഗൊന്ന് റെഡിയാക്കി എടുക്കണം. ടൈം ടേബിളൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ റയമോളിനെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഇന്നിപ്പോൾ അധികം പണികളൊന്നുമില്ല കേട്ടോ. ചോറ് മാത്രം വെക്കേണ്ട പണി ഉണ്ടായിരുന്നുള്ളൂ. തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു. പിന്നെ പയറുപ്പേരി രാവിലെ ഉണ്ടാക്കി. പിന്നെ മീൻ പൊരിക്കാനുള്ളതും ഒക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. തനിമോളുടെയും കുളി കഴിഞ്ഞിട്ട് തനിമോൾക്ക് കൺമഷിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അവൾ പിന്നെ എപ്പോഴും ഞാൻ കൺമഷി ഇട്ട് കൊടുക്കില്ല. ഇതുപോലെ വല്ലപ്പോഴൊക്കെ എനിക്ക് സമയം കിട്ടുമ്പോഴേ ഞാൻ ചെയ്ത് കൊടുക്കലുള്ളൂ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നേരെ കാണിച്ചു തരും കേട്ടോ. അവൾ കൺമഷി ഇടാനൊക്കെ എപ്പോഴും ചെയ്ത് കൊടുക്കുന്നവർക്ക് ശരിക്കും വെറുപ്പടിക്കും കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതുപോലെ വല്ലപ്പോഴും ചെയ്ത് കൊടുക്കുന്നത് കാരണം കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത്. പക്ഷേ കൺമഷി ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഒന്നിനുമല്ല, പൗഡർ ഒന്നായിട്ട് വാങ്ങി കൊട്ടാനാണ്. അവൾക്ക് എന്താണെന്നറിയില്ല, എപ്പോഴും പൗഡർ ഒരു വീക്ക്നെസ്സാണ്. എപ്പോഴും പൗഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇട്ടുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ തല ചീവാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടാ. തല ഇങ്ങനെ ചീവി കൊടുക്കുമ്പോൾ മിണ്ടാണ്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല സുഖമാണ് അവൾക്ക് തലയിൽ ഇങ്ങനെ ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചീവുമ്പോൾ.
അപ്പോൾ അതാ കണ്ടോ, തല ചീവി കൊടുക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് അവൾ. അങ്ങനെ അവൾക്ക് തല ചീവിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉറക്കം വന്നു കേട്ടോ. നല്ല സുഖം തോന്നുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അവൾ കടന്നു. അപ്പോൾ ഉറക്കം വന്നപ്പോൾ കുറച്ച് നേരം കടന്ന് ഒന്ന് കളിച്ച് പിന്നെ കരയാനായിട്ട് തുടങ്ങി കേട്ടോ. അങ്ങനെ അവളെ തൊട്ടിയിലിട്ടിട്ട് കുറച്ച് നേരം ആട്ടി അങ്ങനെ ഉറങ്ങിയിട്ട് എണീറ്റ് തന്നെ 3 മണിക്കാണ് കേട്ടോ. ഒരു 12 മണിക്ക് ഉറങ്ങിയിട്ട് എണീറ്റത്. ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 4 മണിക്കാണ് ഞാൻ ചോറ് കൊടുത്തത് കേട്ടോ. 3 മണിക്കല്ല 4 മണിക്ക് റൈമോൾ വന്നിട്ടാണ് അവൾ എണീറ്റത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ റൈമോൾ വന്ന് മദ്രസയിലൊക്കെ പോയതിന് ശേഷം അപ്പോൾ അവൾ വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാമല്ലോ എന്നും കരുതിയിട്ട് ഓട്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഹെൽത്തി ആയിട്ട് തന്നെ ആവാമെന്ന് കരുതി അങ്ങനെ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ളൊരു ബനാന ഓട്സ് പാൻ കേക്കാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഓട്സ് വറുത്തെടുക്കുമ്പോൾ നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കുക. പിന്നെ ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആവണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിക്കുമ്പോൾ ഒന്ന് പൊട്ടി വരണം, അത്രയേ ഉള്ളൂ കേട്ടോ. ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്കിത് ചൂടാറുമ്പോഴേക്കും ഇനി കുറച്ച് പണികളുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 2 മുട്ട വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ ഒന്നേ എടുക്കുന്നുള്ളൂ. 2 മുട്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പാൽ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ അളവ് കുറയ്ക്കണം കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് തന്നെ വേണമെന്നില്ല. ഇത് കുറച്ച് മധുരം അധികം ആയ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് നിങ്ങളൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം പഴം കൂടി ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ഒരുപാട് മധുരമാകും. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് റോബസ്റ്റ പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പഴം ഉണ്ടോ അതിട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം ആയാലും കുഴപ്പമില്ല, ചെറുപഴം ആയാലും കുഴപ്പമില്ല, ഏതായാലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആ പഞ്ചസാരയൊക്കെ നന്നായി അരഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇതുപോലെ നന്നായി അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നേരത്തെ വറുത്ത് വെച്ച ഓട്സില്ലേ, അത് നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മുഴുവനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നും 1/2 കപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്ക് ആവശ്യമായതേ ഞാൻ എടുത്തിട്ടുള്ളൂ. 1/2 കപ്പ് പൊടി മാത്രം എടുത്തിട്ട് ഇതുപോലെ കുറച്ചായി ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇല്ലേ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ബേക്കിംഗ് പൗഡർ നന്നായി മിക്സ് ആയില്ല എന്നുണ്ടെങ്കിൽ ചെറുതായി ഒരു തരിതരിപ്പും അതുപോലെ തന്നെ ഒരു കയ്പ്പൊക്കെ വരും കേട്ടോ. അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പൊടിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ അവസാനം ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ അത് കലങ്ങിന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഇടയിൽ പൊടികൾ ഇട്ട് മിക്സ് ആവുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതും മിക്സ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡർ നന്നായി തന്നെ മിക്സ് ആവുന്നത് വരെ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ സാധാരണ കേക്കിൻ്റെയൊക്കെ ഒരു ബാറ്ററി ഇല്ലേ, ആ ഒരു ബാറ്ററിൻ്റെ പരുവത്തിലാണ് ഇത് മിക്സായി കിട്ടിക്കഴിഞ്ഞാൽ വരിക. അപ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. അതിനായിട്ട് കുറച്ച് ഇളം ചൂടുള്ള പാൽ ഒരു 1/4 കപ്പ് അളവിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകും കേട്ടോ. അതുകൊണ്ട് 1/4 കപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇഡലി മാവൊക്കെ അല്ലേ, ഇഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവാവുന്നത് വരെ വേണം ഇത് മിക്സാക്കി എടുക്കാനായിട്ട്. അപ്പം നിങ്ങളുടെ ബാറ്ററിൻ്റെ നല്ല ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കപ്പിൽ കൂടുതൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചിട്ട് നന്നായി തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. റിബൺ കൺസിസ്റ്റൻസി അല്ല, അതിൽ നിന്നും കുറച്ചുകൂടി ലൂസായിട്ടാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ലൂസാവാനും പാടില്ല, ടൈറ്റ് ആവാനും പാടില്ല. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. പിന്നെ ചുട്ടെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇടുക, എന്നിട്ട് പാന് നന്നായി ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ബാറ്റർ ഇതുപോലെ ഒരു തവിയോ 2 തവിയോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന്
പരത്തി കൊടുക്കുക. നല്ല പരത്തരുത് കേട്ടോ, ജസ്റ്റ് അതിൻ്റെ നടുകൊന്ന് വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതാ ഇതുപോലെ ചെറിയ ചെറിയ ബബിൾസ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാന്നിട്ടും പെട്ടെന്ന് കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് പഴം ഇട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ഇത് രണ്ടാമത്തെയാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായി തന്നെ ഹോള് വരുന്ന സമയത്ത് ഇത് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് 1 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ജസ്റ്റ് അടി ജസ്റ്റ് ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നല്ല അടിപൊളി പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.